ഇന്ന് നമ്മൾ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളാണ് നമ്മൾ ജപമാലയിൽ ധ്യാനിക്കാൻ പോകുന്നത്. ഞാനിതിന് മുമ്പ് 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ, ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ, മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ, പിന്നെ ഇത് പ്രകാശത്തിൻ്റെ ദിവ്യ, അങ്ങനെ 4 എണ്ണമാണ് സമ്പൂർണ്ണ ജപമാല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെന്നും അത് നന്നായിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി അതിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെന്നും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ മാതാവിൻ്റെ ജപമാല റാലിയൊക്കെ വരാൻ പോകുമല്ലേ, അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടങ്ങാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമപ്രതാവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രന് ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇനി നമ്മൾ സ്വർഗസ്നായ പിതാവേ ചൊല്ലണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അത് കഴിഞ്ഞിട്ട് 3 മണികളിൽ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. രണ്ടാമത്തത്, പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമ്മൾ രഹസ്യങ്ങൾ പറഞ്ഞ് ധ്യാനിക്കാൻ തുടങ്ങാം. ആദ്യത്തെ രഹസ്യത്തിൽ നമ്മുടെ കർത്താവ് ശിമിശിഹ ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വരികയും പിതാവായ ദൈവം പ്രസാദിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. എന്നിട്ട് ഒരു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ചൊല്ലുക. 10 നന്മ നിറഞ്ഞ മറിയേയും ചൊല്ലണം. പിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇനി രണ്ടാമത്തെ ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ശിമിശിഹ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം വഴി വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് ധ്യാനിക്കുക. ധ്യാനിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. എന്നിട്ട് ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അത് ചൊല്ലണം. 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇനി മൂന്നാമത്തത്, നമ്മുടെ കർത്താവ് ശിമിശിഹ ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരത്തിന് ആഹ്വാനം നൽകിയതിനെക്കുറിച്ച് ധ്യാനിക്കുക.
അങ്ങനെ ധ്യാനിച്ചിട്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. എന്നിട്ട് ഒരു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലണം. 10 നന്മ നിറഞ്ഞ മറിയെ ചൊല്ലണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 4-ാമത്തെ ദൈവരഹസ്യം ധ്യാനിക്കുക. നമ്മുടെ കർത്താവ് യേശുമിശിഹ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം പ്രകാശിപ്പിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ധ്യാനിക്കുക. ധ്യാനിച്ചിട്ട് നമ്മുടെ നിയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അതുകൊണ്ട് ഒരു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലണം. 10 നന്മ നിറഞ്ഞ മറിയെ ചൊല്ലണം. അത് കഴിഞ്ഞിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്ക് 5-ാമത്തെ ദൈവരഹസ്യത്തിനെ കുറിച്ച് പറയാം. നമ്മുടെ കർത്താവ് യേശുമിശിഹ അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ജീവൻ പകർന്നു നൽകി നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിനെക്കുറിച്ച് ധ്യാനിക്കുക. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഒരു സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ചൊല്ലണം. 10 നന്മ നിറഞ്ഞ മറിയെ ചൊല്ലണം. പിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജപമാല സമർപ്പണമാണ്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ, സ്ലീഹാമാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടി ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പോൾ നമ്മുടെ ജപമാല സമ്പൂർണ്ണ ജപമാല പൂർത്തിയായി. നിങ്ങൾക്കിത് കാണാതെ പഠിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.